നമ്മുടെ അനുഗ്രഹം പലതും ശത്രു തട്ടിക്കൊണ്ടുപോയി. പോകാം അവൻ കോട്ടയ്ക്കുള്ളിൽ, ബലമായി പിടിച്ചെടുക്കാം. നീ കൊണ്ടുപോയ നന്മകൾ ഇപ്പോൾ തന്നെ മടക്കുക. ഒട്ടും കുറയ്ക്കാതവയെല്ലാം തിരികെ തരിക. എൻ്റെ ബുദ്ധിയും എന്നാരോഗ്യവും എല്ലാം ദൈവം തന്ന നന്മയല്ലോ. ആയതിന്മേൽ ഇനി നോട്ടം വയ്ക്കുവാൻ സാത്താനെ നിനക്കു കാര്യമില്ല. നീ കൊണ്ടുപോയ നന്മകൾ ഇപ്പോൾ തന്നെ മടക്കുക. ഒട്ടും കുറയ്ക്കാതവയെല്ലാം തിരികെ തരിക. എൻ്റെ സമ്പത്തും എൻ സമാധാനവും എല്ലാം ദൈവം തന്ന നന്മയല്ലോ. ആയതിന്മേൽ ഇനി നോട്ടം വയ്ക്കുവാൻ സാത്താനെ നിനക്കു കാര്യമില്ല. നീ കൊണ്ടുപോയ നന്മകൾ ഇപ്പോൾ തന്നെ മടക്കുക. ഒട്ടും കുറയ്ക്കാതവയെല്ലാം തിരികെ തരിക. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ സമ്പത്തും നമ്മുടെ സമാധാനവും നമ്മുടെ ജീവിതത്തിൽ നാം നേടിയെന്ന് പറയുന്നതെല്ലാം, നമ്മുടെ ബുദ്ധി ആയിക്കോട്ടെ, ആരോഗ്യമായിക്കോട്ടെ, നമ്മുടെ ആയുസ്സായിക്കോട്ടെ, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഒരിക്കലും ദൈവം നമ്മുടെ ആരോഗ്യം എടുത്ത് കളയത്തില്ല. നമ്മുടെ സമ്പത്തിനെ പിടിച്ച് കളയുന്ന ദൈവമല്ല. നമ്മെ സാമ്പത്തികമായി അനുഗ്രഹിക്കാൻ, ഉയർത്താനാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ശിഷ്യന്മാർക്ക് പെരുത്ത മീൻകൂട്ടം കൊടുത്ത ദൈവമാണ് നമ്മുടെ ദൈവം, നാം വിശ്വസിക്കുന്ന ദൈവം. എന്നാൽ പിശാച് മനുഷ്യൻ്റെ സമ്പത്തിനെ തകർത്ത് കളയും. അതുകൊണ്ടാണ് മോഷ്ടിക്കാൻ വരുന്നത് പിശാചാന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ പിശാച് വരുന്നില്ല. എന്നിട്ട് പറയാം, ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകാനും അത്രേ ഞാൻ വന്നിരിക്കുന്നു. അപ്പോൾ എല്ലാ സമൃദ്ധിയും അനുഗ്രഹവും യേശു ക്രിസ്തുവിലൂടെ പിതാവ് നമുക്ക് നൽകുന്നതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം, 2 കൊരിന്ത്യർ 9-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വചനം ഇങ്ങനെ പറയുകയാണ്: നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകും. അപ്പം ദൈവം തൻ്റെ ശക്തി ഉപയോഗിക്കുന്നത് നമ്മൾ പൂർണ്ണ തൃപ്തിയുള്ളവരായി തീരാനും എല്ലാ സൽപ്രവൃത്തിയിലും കുറയാനല്ല, അതിൽ പെരുകി വരാൻ, സൽപ്രവൃത്തി ചെയ്യാൻ. അവളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് തന്നെ വിശുദ്ധ വേദോത്സവം പറയുകയാണ്, അന്ധകാരത്തിലും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ പ്രഘോഷിക്കത്തക്ക. ഇപ്പോൾ ഒരു ദൈവ പൈതൽ സൽഗുണം ചെയ്യുന്ന ആളായി, പ്രഘോഷിക്കുന്ന ആളായി തീരുക, സൽപ്രവൃത്തിയിൽ പെരുകി വരിക. അതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ച് ദൈവത്തിനുള്ള ഉദ്ദേശം. അതുകൊണ്ട് ഈ ലേഖനത്തിൽ പറയുകയാണ് 6-ാം വാക്യം മുതൽ, അപ്പം ഈ നമുക്ക് ലഭിച്ച ധനം അത് സഹായം ചെയ്യുന്ന രീതിയെക്കുറിച്ച് ഇവിടെ പറയുന്നു. നമുക്ക് ലഭിച്ച ആരോഗ്യവും ധനവും സമ്പത്തും സമയവും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ടാണ് നമ്മളൊരു ഉപമ കർത്താവ് പറഞ്ഞൊരിക്കൽ, 7 താലന്തുകൾ ഏൽപ്പിച്ച ആളിനെ കുറിച്ച്. 5 ഏൽപ്പിച്ചവൻ 5 കൂടെ നേടി, 2 ഏൽപ്പിച്ചവൻ 2 നേടുന്നു, ഒരാൾ അത് 1 ലഭിച്ചവൻ അത് കുഴിച്ചിടും. അപ്പം ദൈവം ആ 1 ലഭിച്ചവനെ തള്ളിക്കളയും, അത് നേടാത്തവനെ. നമുക്കുടെ ജീവിതത്തിൽ ലഭിച്ച സമ്പത്തും ആരോഗ്യവും സൗകര്യവും എല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അതെങ്ങനെ ഉപയോഗിക്കണം, അത് പെരുകി വരുന്നത് എങ്ങനെയാണ് എന്നാണ് ഈ ഭാഗത്ത് പറയുന്നത്. ഒരു വിത നടത്തുമ്പോൾ, നമ്മൾ ലഭിച്ചത് സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ ദൈവം അതിനെ വർദ്ധിപ്പിക്കും.
ഇവിടെ പറയണം, എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. നമ്മൾ കൊടുക്കുമ്പം കുറച്ചാ കൊടുക്കുന്നെങ്കിൽ അങ്ങനെ ഒരു കൊയ്ത്ത്. എന്നിട്ട് പറയാം, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തോളൂ. നമുക്കത് വിത്ത് വിതയ്ക്കുന്നതിന് രീതിയിലാണ് പരിശുദ്ധാത്മാവ് ഇവിടെ ഈ വചനം ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ധാരാളം വിതച്ചാൽ ധാരാളം കൊയ്യും, ലോഭമായി വിതച്ചാൽ ലോഭമായി കൊയ്യും. എന്നിട്ട് പറയാം, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. എന്നാലും ആ വിതയ്ക്കുന്ന ആടെ ഹൃദയത്തിലെ നിശ്ചയമാണ് അതിന് കാരണം. എന്നിട്ട് പറയാണ്, സങ്കടത്തോടരുത്, നിർബന്ധത്താലരുത്. നമ്മൾ സങ്കടത്തോടൊന്നും കൊടുക്കരുത്, പിന്നെ ആരെങ്കിലും നിർബന്ധിച്ചിട്ടും കൊടുക്കില്ല, അതുകൊണ്ട് ബലമില്ല എന്ന് വരും. അതാണ് സങ്കടത്തോട് അരുത്, നിർബന്ധത്താലും അരുത്. എന്നിട്ട് പറയാം, എങ്ങനെ കൊടുക്കണം? സന്തോഷത്തോടെ കൊടുക്കണം. എന്നിട്ട് പറയണം, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് സന്തോഷത്തോടെ വേണം ചെയ്യാൻ. അങ്ങനെയുള്ളവരെ ദൈവം അങ്ങനെ പറയുന്നത്, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാണ്. നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഒഴുക്കുള്ള തോടെന്ന് വിചാരിക്കുക, അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് നല്ല ശുദ്ധമായ വെള്ളം പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിൽ കൊടുക്കുമ്പം അത് തീരുമല്ല, അത് പിന്നെ വർദ്ധിക്കുകയാണ്. ദൈവം ആ കൊടുക്കുന്ന ആടെ കയ്യിൽ അതാ പറയുന്നത്, നിങ്ങൾ സകലത്തിൽ എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ള, ഈ കാര്യം പറഞ്ഞിട്ടാണ് പറയുന്നത്, സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവശക്തനാണ്. നമ്മൾ ശ്രദ്ധിച്ചറിയാം, നമ്മുടെ സമൂഹത്തിൽ നല്ലതായിട്ട് പാവങ്ങളെ സഹായിക്കുന്ന ആളുകൾ അവർ പിന്നെയും പിന്നെയും ഉയർച്ച പ്രാപിച്ചു വരുന്ന കാണുന്നു. അവർക്ക് ഒരു താഴ്ച നമ്മൾ കാണുന്നില്ല. എന്നാൽ ഈ പിശുക്കി എല്ലാം സ്വരൂപിച്ച് വെക്കുന്നവന് ഇത് അങ്ങനെ, അതുകൊണ്ട് മൂടായി രാത്രി നീ ഒരുക്കി വെച്ചത് ആർക്കാവുമെന്ന് കർത്താവ് ചോദിച്ചു. ഇതെല്ലാം ജീവൻ പോയാൽ പിന്നെ ഇതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് ദൈവം തന്നിരിക്കുന്ന സമയവും സൗകര്യവും സമ്പത്തും എല്ലാം നമ്മൾ കൊടുക്കുമ്പോൾ അത് ലഭിക്കുന്നു. അത് കൂടുതലായി ദൈവം നമ്മളെ ഭരമേൽപ്പിക്കുന്നു. ഇവിടെ എന്നിട്ട് പറയണം, അവൻ വാരി വിതറി ദരിദ്രന്മാർ കൊടുക്കുന്നു. ദൈവത്തിൻ്റെ സ്വഭാവം. എന്നിട്ട് പറയാം, വാരി വിതറി ദരിദ്രന്മാർ കൊടുക്കുന്നു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അപ്പം നമ്മൾ അങ്ങനെ കൊടുക്കുന്നതിനെക്കുറിച്ച്, ദരിദ്രന്മാർക്ക് അങ്ങനെയുള്ളവർ കൊടുക്കുന്നതിനെക്കുറിച്ച് ഒരു വേദഭാവം ന്യായവിധിവസത്തിൽ പറയുന്നതിനെക്കുറിച്ച് മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശു കർത്താവ് തൻ്റെ സ്വന്തം വാക്കിൽ പറയുന്നൊരു ഭാഗമുണ്ട്. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങളെന്നെ ചേർത്തുകൊണ്ടു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ കാണുവാൻ വന്നു, ഞാൻ തടവിലായിരുന്നു, നിങ്ങളെൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ അത് നീതിമാന്മാർ ചോദിക്കുകയാണ്. ന്യായവിധിവസത്തിൽ സംഭവിക്കാം, തേജസ്സോടെ യേശു കർത്താവ് വരുമ്പം, സകല വിശുദ്ധന്മാരുമായി വരുമ്പം സകല ജാതികളെയും കർത്താവിൻ്റെ മുമ്പിൽ കൂട്ടുമ്പോൾ അന്നേരം സംഭവിക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങളിപ്പോൾ എപ്പോൾ നിന്നെ വിശക്കുന്നവനോ ഭക്ഷിപ്പാൻ തരികയോ, ദാഹിച്ചിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങളെപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ, നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയോ തടവിലോ എപ്പോൾ ഞങ്ങൾ കണ്ടിട്ട് നിൻ്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയാം. അപ്പം കർത്താവ് പറയാം, രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയാം. ആ ചെറിയ സഹോദരന് നമ്മൾ ചെയ്തത് അത് മുഴുവൻ കർത്താവിന് ചെയ്തു എന്നാണ് കർത്താവ് പറഞ്ഞു. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ടുപോവുകയും പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകാൻ പറയും. എന്നിട്ട് പറയും, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല, ദാഹിച്ചു, നിങ്ങൾ എനിക്ക് ഉടുപ്പാൻ തന്നതില്ല, അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളിച്ചെയ്യും. അതിന് കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനായിട്ടോ ദാഹിക്കുന്നവനായിട്ടോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു? നിനക്ക് ശുശ്രൂഷ ചെയ്യാതെ ഇരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളമെല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറയുന്നു. എന്നിട്ട് പറയുന്നു, ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും. അപ്പോൾ ഈ കൊടുക്കുന്നതിനെക്കുറിച്ചും പ്രത്യേകിച്ച് ദരിദ്രർ കൊടുക്കുന്നതിനെക്കുറിച്ചും അതൊക്കെ ദൈവം വളരെ ശ്രദ്ധാലുവാണ്. അപ്പം ദൈവത്തിൻ്റെ സ്വഭാവമാണ് അങ്ങനെയുള്ളവർ കൊടുക്കുന്നത്. അവിടെ പറയുകയാണ്, 9-ാം വാക്യത്തിൽ, അവൻ വാരി വിതറി ദരിദ്രന്മാർ കൊടുക്കും. അതാ ദൈവം.
ആ ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്. എന്നിട്ട് പറയാം അവൻ്റെ നീതി എന്നേക്കുന്നില്ല. ഒരു കാര്യം നമ്മൾ വിചാരിക്കണം, കൊടുത്താൽ ഒരിക്കലും കുറയത്തില്ല, കർത്താവ് നമ്മുടെ കൈ തരത്തുള്ളൂ. എങ്ങനെ അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ് കൊടുക്കുന്നവരുടെ മടിയിൽ കർത്താവ് നൽകും. എന്നിട്ട് പറയണം, എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആകാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വിതയ്ക്കുന്നതിൻ്റെ കൈ പിന്നെയും വിത്ത് വരും വിതയ്ക്കാൻ. സമ്പത്ത് കൂടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയണം, ഭക്ഷിപ്പാൻ അവൻ ആഹാരം, അവനൊരിക്കലും ആഹാരത്തിന് മുട്ടുവരത്തില്ല. നൽകുന്നവൻ എന്നിട്ട് പറയണം, നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് എന്തുകയാണ്? നിങ്ങളുള്ള വിളവ്, നിങ്ങൾക്കുള്ള അനുഗ്രഹം അത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കും. പിതാവേ, പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളെ സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയിരിക്കുകയായി സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ മക്കളും അവകാശികളുമായി തീരാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവെ, എന്നാൽ ഇന്ന് ഞങ്ങൾ ധാരാളമായി വിതയ്ക്കാൻ, ഇതെല്ലാം കർത്താവ് തന്നെന്നുള്ള ഉറപ്പോടെ വിതയ്ക്കുമ്പോൾ സന്തോഷത്തോടെ വിതയ്ക്കാൻ ഞങ്ങളെ പരിശുദ്ധാത്മാവ് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സകല സൽപ്രവൃത്തിയിലും സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാർ ഞങ്ങളിൽ സകല കൃപയും പെരുക്കാൻ കർത്താവ് ശക്തനാകയാൽ നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്നെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികൾ ആയിട്ടുള്ളവർ അവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിപ്പിണരാൽ സൗഖ്യം പ്രാപിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിൻ പുണ്യനാമത്തിൽ പിതാവേ, ആമേൻ. നമ്മുടെ അനുഗ്രഹം പലതും ശത്രു തട്ടിക്കൊണ്ടുപോയി, പോകാം അവൻ കോട്ടയ്ക്കുള്ളിൽ ബലമായി പിടിച്ചെടുക്കാം. നീ കൊണ്ടുപോയ നന്മകൾ ഇപ്പോൾ തന്നെ മടക്കുക, ഒട്ടും കുറയ്ക്കാതവയെല്ലാം തിരികെ തരിക. എൻ്റെ സമ്പത്തും എൻ സമാധാനവും എല്ലാം ദൈവം തന്ന നന്മയല്ലോ. ആയതിന്മേൽ ഇനി നോട്ടം വയ്ക്കുവാൻ സാത്താനെ നിനക്കു കാര്യമില്ല. നീ കൊണ്ടുപോയ നന്മകൾ ഇപ്പോൾ തന്നെ മടക്കുക, ഒട്ടും കുറയ്ക്കാതവയെല്ലാം തിരികെ തരിക.